മലപ്പുറത്ത് മങ്കടയിലേക്കൊന്ന് പോകാം. അവിടെ UDFന് വിമതൻ വരുന്നു. മറ്റാരുമല്ല, മുസ്ലിം ലീഗ് മണ്ഡലം പ്രസിഡന്റ് കുന്നത്ത് മുഹമ്മദ് പത്രിക സമർപ്പിച്ചിരിക്കുന്നു. മഞ്ഞളാംകുഴി അലിയെ വീണ്ടും സ്ഥാനാർത്ഥിയാക്കിയതിൽ പ്രതിഷേധിച്ചാണ് മുസ്ലിം ലീഗിൻ്റെ നേതാവ്, ജില്ലാ നേതാവ് ഇത്തരത്തിൽ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കുന്നത്. സ്വാലിഹ് വിവരങ്ങളുമായി ചേരുകയാണ്. സ്വാലിഹ്, ഇത് മറ്റാരുമല്ല, മുസ്ലിം ലീഗിൻ്റെ മണ്ഡലം പ്രസിഡന്റാണ് കുന്നത്ത് മുഹമ്മദ്. അദ്ദേഹമാണ് നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കുന്നത്. അതായത് UDFന് ശക്തനായ വിമതൻ. മുസ്ലിം ലീഗിന്റെ തെരഞ്ഞെടുപ്പ് ചുമതലകളൊക്കെ നേതൃത്വം നൽകേണ്ടിയിരുന്ന മണ്ഡലം പ്രസിഡന്റാണ് ഇപ്പോൾ വിമതനായി പത്രിക സമർപ്പിച്ചിരിക്കുന്നത്. വലിയ വിമർശനങ്ങൾ ഇദ്ദേഹം സ്ഥാനാർത്ഥിക്കെതിരെ, മഞ്ഞളാംകുഴി അലിക്കെതിരെ നടത്തിയിരുന്നു. അലിയെ 3ാം തവണയും മങ്കടയിൽ സ്ഥാനാർത്ഥിയാക്കിയപ്പോൾ കാര്യമായ വികസനങ്ങൾ ഈ പ്രദേശത്തുണ്ടായിട്ടില്ല എന്ന് ഇയാൾ വിമർശനം ഉന്നയിച്ചിരുന്നു. ഇതേ തുടർന്ന് കഴിഞ്ഞ ദിവസം മണ്ഡലം പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് ഇയാളെ പുറത്താക്കിയിരുന്നു മുസ്ലിം ലീഗ്. പക്ഷെ ഇപ്പോഴും അദ്ദേഹം മുസ്ലിം ലീഗിന്റെ പ്രവർത്തകൻ തന്നെയാണ്. ഇന്ന് അപ്രതീക്ഷിതമായി വന്ന അദ്ദേഹം നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കുകയാണ്. മലപ്പുറം തഹസിൽദാരുടെ മുൻപിലാണ്, ഭരണാധികാരി ഡെപ്യൂട്ടി കളക്ടർക്ക് മുമ്പാകെയാണ് ഇപ്പോൾ പത്രിക നൽകുന്നത്. അതിന്റെ ദൃശ്യങ്ങളാണ് കാണുന്നത്. അലിയുടെ സ്ഥാനാർത്ഥിത്വത്തിനെതിരെ ഫേസ്ബുക്ക് കുറിപ്പ് പങ്കുവെച്ചതാണ് ലീഗിനെ ഒടുപ്പിച്ച് അദ്ദേഹത്തെ ആ സ്ഥാനത്ത് നിന്ന് നീക്കാൻ കാരണമായിരുന്നു. പക്ഷേ മങ്കടയിൽ വലിയ സ്വാധീനമുള്ള, ദീർഘകാലം മങ്കടയിലെ മുസ്ലിം ലീഗിനെ നയിച്ച നേതാവാണ് കുന്നത്ത് മുഹമ്മദ്. അദ്ദേഹം ഇപ്പോൾ അതാണ് അതിന്റെ പ്രത്യേകത എന്ന് പറയുന്നത്. കാരണം ഈ മഞ്ഞളാംകുഴി അലിക്കെതിരായി നിൽക്കുന്നു, അല്ലെങ്കിൽ UDFൽ വിമതനാകുന്നു എന്നത് മാത്രമല്ല, അദ്ദേഹം ആ മണ്ഡലവുമായി വളരെ ബന്ധമുള്ള ആളാണ്. അപ്പോൾ സ്വാഭാവികമായും UDFൻ്റെ വോട്ടുകൾ വല്ലാതെ പിടിച്ചു മാറ്റാൻ കഴിയുന്ന ഒരു ശേഷി അദ്ദേഹത്തിനുണ്ട്. അതാണ് ഇതിലെ ഏറ്റവും പ്രത്യേകത. തീർച്ചയായും അജിൻഷാദ്, അദ്ദേഹം മുസ്ലിം ലീഗിന്റെ പല ഘടകങ്ങളിൽ പ്രവർത്തിച്ചു വന്നയാളാണ്. അതോടൊപ്പം പ്രവാസി സംഘടനയിൽ ദീർഘകാലം നേതൃത്വം നൽകിയിട്ടുണ്ട്. പിന്നീടാണ് അദ്ദേഹം മങ്കടയിലെ മണ്ഡലം പ്രസിഡന്റായി പ്രവർത്തിച്ചു വന്നിരുന്നത്. അദ്ദേഹത്തിന് സ്ഥാനാർത്ഥിത്വം നൽകുമെന്ന് നേരത്തെ മുസ്ലിം ലീഗ് നേതാക്കൾ അദ്ദേഹത്തോട് തന്നെ അറിയിച്ച ഒരു സാഹചര്യമൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ പിന്നീട് വീണ്ടും മഞ്ഞളാംകുഴി അലിക്ക് തന്നെ ആ സീറ്റ് നൽകുകയായിരുന്നു. മണ്ഡലത്തിൽ കാര്യമായ വികസന പ്രവർത്തനങ്ങളൊന്നും മലപ്പുറം ജില്ലയിലെ മറ്റു മണ്ഡലങ്ങളെ താരതമ്യം ചെയ്യുമ്പോൾ ഈ മങ്കട മണ്ഡലത്തിൽ പ്രധാനപ്പെട്ട ഒരു വികസന പദ്ധതിയും ഇതുവരെ എത്തിയിട്ടില്ല. അതോടൊപ്പം തന്നെ ഏതെങ്കിലും തരത്തിൽ എടുത്തു പറയാവുന്ന സർക്കാരിന്റെ നേട്ടങ്ങളോ മറ്റോ ഒന്നും തന്നെ മങ്കടയിൽ നമുക്ക് കാണാൻ കഴിയില്ല. അത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിഷയമായി വന്നത്. ഈ മലപ്പുറം ജില്ല തന്നെ എടുക്കുമ്പോൾ ഈ മുസ്ലിം ലീഗ് കോൺഗ്രസുമായി വല്ലാതെ ഇടഞ്ഞു നിൽക്കുകയാണ്. മറ്റു ജില്ലകളിലൊക്കെ ആ അർത്ഥത്തിലുണ്ട്. മാത്രമല്ല, ഇതുപോലെ മുസ്ലിം ലീഗ് മുമ്പോട്ട് വെക്കുന്ന സ്ഥാനാർത്ഥികൾക്കെതിരായി അതിൽ നിന്ന് തന്നെ വിമതരുണ്ടാകുന്നു. മുൻകാലങ്ങളിൽ നിന്ന് വ്യത്യസ്തമായ അത്തരത്തിലൊരു വലിയ പ്രശ്നം, പ്രതിസന്ധി UDFനെ സംബന്ധിച്ചുണ്ട്, മുസ്ലിം ലീഗിനെ സംബന്ധിച്ചുണ്ട്, കോൺഗ്രസിനെ സംബന്ധിച്ചുണ്ട്. ഇങ്ങനെ ഒരു ഘട്ടത്തിൽ കൂടിയാണ് ഈ കുന്നത്ത് മുഹമ്മദിൻ്റെ സ്ഥാനാർത്ഥിത്വത്തെ കാണേണ്ടത്. ബന്ധപ്പെട്ട പ്രശ്നങ്ങളൊക്കെ ഉയർന്നു വന്നപ്പോൾ മുസ്ലിം ലീഗ് ഇക്കാര്യത്തിൽ പല വിമർശനങ്ങളും ഒക്കെ നടത്തിയിരുന്നു. പക്ഷെ ഇപ്പോൾ മുസ്ലിം ലീഗിനകത്ത് പ്രത്യേകിച്ച് സാദിഖലി തങ്ങളൊക്കെ സ്ഥാനാർത്ഥി പട്ടിക പ്രഖ്യാപിച്ചതോടെ ഇനി അതിൽ വിമത ശബ്ദങ്ങൾ ഉണ്ടാവില്ല എന്ന് മുസ്ലിം ലീഗ് അവകാശപ്പെട്ടിരുന്നു. പക്ഷെ നമുക്ക് ഇപ്പോൾ കാണാൻ കഴിയുന്നത് മുസ്ലിം ലീഗിനകത്തും വിമത ശബ്ദമുണ്ട്. വിമതനായി ഒരാൾ പത്രിക നൽകുന്നു, അത് മണ്ഡലം നേതാവ് തന്നെ എത്തി പത്രിക നൽകുന്ന ഒരു സാഹചര്യം മലപ്പുറത്ത് നമുക്ക് കാണാൻ കഴിയുന്നു. ഇപ്പോൾ അദ്ദേഹം പത്രിക സമർപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. രാവിലെ നഗരത്തിലെത്തി അദ്ദേഹത്തിന്റെ മുസ്ലിം ലീഗിന്റെ പ്രവർത്തകരോടൊപ്പം എത്തിയ മങ്കടയിൽ നിന്നുള്ള മുസ്ലിം ലീഗിന്റെ പ്രവർത്തകരാണ് അദ്ദേഹത്തോടൊപ്പം എത്തിയിട്ടുള്ളത്. ആ പ്രദേശത്തുള്ളവരാണ്. അവരോടൊപ്പം എത്തിയാണ് ഇപ്പോൾ പത്രിക നൽകുന്നത്. സ്വാഭാവികമായും വലിയ വിമർശനം മുസ്ലിം ലീഗ് നേതൃത്വത്തെ ലക്ഷിച്ചുകൊണ്ടാണ് ഇത്തരത്തിലൊരു പത്രികാ സമർപ്പണം ഉണ്ടാവുന്നത്. ലൈവ് ദൃശ്യങ്ങളാണ് ഞങ്ങൾ കാണുന്നത്. അതുകൊണ്ട് ക്യാമറ ഒന്ന് ശ്രദ്ധിക്കണം സ്വാലിഹ്. എന്തായാലും ആ മഞ്ഞളാംകുഴി അലിക്കെതിരെ, മങ്കടയിലെ UDF സ്ഥാനാർത്ഥിക്കെതിരെ മുസ്ലിം ലീഗിൻ്റെ നേതാവ് കുന്നത്ത് മുഹമ്മദ് എന്ന മുസ്ലിം ലീഗിൻ്റെ മണ്ഡലം പ്രസിഡന്റ്
ഇതാ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കുന്നു, സ്ഥാനാർത്ഥിയാകുന്നു. UDF-ന് ശക്തനായ വിമതൻ എന്ന് തന്നെ പറയേണ്ടി വരും. കാരണം അവിടുത്തെ രാഷ്ട്രീയ പൊതുമണ്ഡലത്തിൽ UDF-ൻ്റെ രാഷ്ട്രീയ പൊതുമണ്ഡലത്തിൽ നിറഞ്ഞു നിന്നിരുന്ന വ്യക്തി കൂടിയാണ് കുന്നത്ത് മുഹമ്മദ്. അങ്ങനെയുള്ള കുന്നത്ത് മുഹമ്മദ് UDF-നെതിരെ സ്ഥാനാർത്ഥിയായി, മഞ്ഞളാംകുഴിക്കെതിരെ സ്ഥാനാർത്ഥിയായി നിൽക്കുന്നു. അപ്പോൾ UDF-ന് ശക്തനായ വിമതൻ വരികയാണ്. അദ്ദേഹം നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചു കഴിഞ്ഞു. അതിൻ്റെ തത്സമയ ദൃശ്യങ്ങളടക്കമുള്ള വിവരങ്ങളാണ് സ്വാലിഹ് പങ്കുവച്ചത്, നൽകിയത്.